ഇപ്പൊ നൈറ്റ് എപ്പോഴാണ് ഡിവൈഡ് ചെയ്യുമ്പോൾ റോഡ് യാത്രക്കാരെ അറിയാൻ പറ്റില്ല. കാരണം രാവിലെ പോയ റോഡേക്കില്ല രാത്രി വരുമ്പോണ്ടാവുക. ഇന്ന് തീരും നാളെ തീരുമെന്ന് പറഞ്ഞ് ദേശീയപാത വികസനം നീട്ടിക്കൊണ്ടുപോകുമ്പോൾ നിരത്തിൽ പൊലിയുന്നത് നിരവധി ജീവനുകളാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ചേവരമ്പലത്ത് ദേശീയപാത അതോറിറ്റിയുടെ അനാസ്ഥയിൽ ജീവൻ നഷ്ടമായത് ഒരു കുടുംബത്തിന്റെ ഏക അത്താണിയായ രഞ്ജിത്ത് എന്ന ഭക്ഷണ വിതരണ തൊഴിലാളിക്കാരനാണ്. തൊണ്ടയാട് മുതൽ പുറക്കാട്ടിരി വരെ സഞ്ചരിച്ചാൽ തന്നെ മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത അധികൃതരുടെ സമീപനത്തിന് ധാരാളം ഉദാഹരണങ്ങളും കാണാം. പാച്ചാക്കൽ ജംഗ്ഷൻ, ചേവരമ്പലം, കോട്ടൂർ റോഡ്, പ്രൊവിഡൻസ് കോളേജിന് സമീപത്തെ റോഡ് എന്നിവയെല്ലാം ഇവയിൽ ചിലത് മാത്രം. റോഡിനോട് ചേർന്ന് ആഴത്തിൽ കുഴിയെടുത്ത പല ഭാഗങ്ങളിലും ആവശ്യത്തിന് സുരക്ഷാ ബാരിക്കേഡുകളോ സൈൻ ബോർഡുകളോ ഇല്ല. റോഡ് പണിക്ക് എത്തിച്ച ലോറികൾ ഉൾപ്പെടെയുള്ളവയുടെ വാഹനങ്ങളും ഇവിടെയുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളും കടന്നുപോകുന്ന വാഹനങ്ങളുടെ കാഴ്ച മറയ്ക്കും വിധമാണ് ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത്. എണ്ണിയാൽ തീരാത്തത്ര കുഴികളും വഴിതിരിച്ചിടാവുന്ന ഭാഗങ്ങളും കൂടിയാകുമ്പോൾ ദിനംപ്രതി ഈ വഴികളിലൂടെ കടന്നുപോകുന്നവരുടെ കാര്യം കഷ്ടത്തിലാവുകയാണ്. അഴിയൂർ മുതൽ രാമനാട്ടുകര വരെയാണ് ജില്ലയിലെ ദേശീയപാതയുടെ പണി പുരോഗമിക്കുന്നത്. വേങ്ങരി മുതൽ രാമനാട്ടുകര വരെയുള്ള റീച്ചിൽ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ അഴിയൂർ മുതൽ വെങ്ങളം വരെയുള്ള ജോലികളിൽ 55% ഇതുവരെ പൂർത്തീകരിച്ചത്. ആദ്യം അനുവദിച്ച കാലാവധി പൂർത്തിയായിട്ട് നാളുകളേറെയായി. കാലാവധി നീട്ടി നൽകുന്നതല്ലാതെ പണി എന്ന് പൂർത്തിയാകുമെന്നതിൽ ഇപ്പോഴും നിശ്ചയമില്ല. ദിനംപ്രതി വലിയ ഗതാഗത കുരുക്കം ഈ മേഖലകളിൽ അനുഭവപ്പെടുന്നുണ്ട്. കോഴിക്കോട് കണ്ണൂർ റോഡിൽ പൂക്കാട്, മൂരാട് തുടങ്ങിയ ഭാഗങ്ങളിൽ അരമണിക്കൂറോളം വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതും പതിവ് കാഴ്ചയാണ്. ഈ നൈറ്റ് വരുന്നവര് ഒന്നും മനസ്സിലാവില്ല എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്. എന്നാൽ അതിനനുസരിച്ച് ബോർഡ് ഇവിടെ വെക്കാം, അതും വെക്കൂല. ഇന്നലെ ചങ്ങായി മരിച്ചു. ഇതേപോലെ ഇനിയും തുടരും. ഇപ്പൊ ഇന്നല്ല, ഇവര് തുടർച്ചയായി ബൈപ്പാസിന് പണിയെടുക്കുന്നത് കറക്റ്റായിട്ടുള്ള ഒരു എന്താ പറയുക നിയമനം വെക്കാത്തതിന്റെ ഒരു പ്രശ്നമാണ്. ഇതിലെ കറക്റ്റായിട്ടുള്ള ബോർഡ് വരെ വെക്കണം. അത് ചെയ്യൂല വരും. ഇപ്പൊ ഒരാൾ മരിച്ചു ഓന്റെ കുടുംബത്തിന് പോയി. അല്ലാണ്ട് ഇപ്പൊ എന്താ പിന്നെ ഇത്രയും ഹെവി ലോഡുള്ള വാഹനങ്ങൾ സൈഡിൽ നിർത്തിയിടുന്നത് ഈ ചെറിയ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ബൈപ്പാസിൽ ഈ ഹെവി വെഹിക്കിൾ നിർത്തിയിടുന്നത് ഇതൊക്കെ നോക്കി അങ്ങോട്ട് നോക്കിയാൽ ഇതൊക്കെ ഇപ്പൊ പകല് കാണുമോ? രാത്രി ആരും കാണാമെന്നൊന്നും ഇതൊന്നും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.